ഞാൻ ചിരിച്ചത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പരിചയമില്ലാത്ത ഒരു പെൻഷനർ, ആരെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ VK എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരായിട്ട് കിടക്കുന്നത്, എനിക്കൊരു മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഒത്തിരി പേര് അയക്കുന്നുണ്ട് കേട്ടോ, നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ആ മെസ്സേജ് ചെറിയ മെസ്സേജാണ്, അതുകൊണ്ട് ഞാൻ വായിക്കാം. ശ്രീ സുഭാഷിതം സാർ, എൻ്റെ പേരാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷിതം സാർ എന്ന് പറയുന്നത് സുഭാഷിതം എൻ്റെ ചാനലിൻ്റെ പേരാണ് സുഭാഷിതം. ഞാനൊരു പെൻഷനറാണ്, അതായത് അദ്ദേഹം കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തെ തുടർന്ന് വന്ന കുടിശ്ശികയായ ധനകാര്യ വകുപ്പ് രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് ശമ്പളത്തിലെ കുടിശ്ശിക, രണ്ട് ക്ഷാമ ആശ്വാസത്തിൻ്റെ, അതായത് ഡിയർനെസ് റിലീഫ്, ഡിആറിൻ്റെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ പെൻഷൻകാർക്ക് കൊടുക്കുന്ന കുടിശ്ശിക, അതാണ് DR, മറ്റവർക്ക് DA ആണല്ലോ. കുടിശ്ശിക ശമ്പളം 4 തുല്യ ഗഡുക്കളായും ക്ഷാമാശ്വാസ കുടിശ്ശിക 4 തുല്യ ഗഡുക്കളായും തരുമെന്ന് കാണിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയതിന് ശേഷം സർക്കാർ എന്ത് ചെയ്തു? കൃത്യമായൊരു ഉത്തരവിറക്കിയതിന് ശേഷം ശമ്പള കുടിശ്ശിക 4 ഗഡുക്കളും കൊടുത്തു അവർക്ക്. എന്നാൽ അതിൽ ഏപ്രിൽ 1 ഏപ്രിൽ 2021, 2 മെയ് 2023, 3 ഏപ്രിൽ 2024, 4 ഏപ്രിൽ 2024 TA കുടിശ്ശിക തരാമെന്ന് പറഞ്ഞതിൽ 4 ഗഡുക്കളായി കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ മെസ്സേജാണിത്. കൊടുക്കാമെന്ന് പറഞ്ഞതിൽ 2 ഗഡുക്കൾ മാത്രമേ കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. 1 ഏപ്രിൽ 2021-ൻ്റെയും 2 മെയ് 2021-ൻ്റെ പിന്നെ 2 ഗഡുക്കൾ തന്നിട്ടേയില്ല, അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അത് കിട്ടേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഏകദേശം 43,250 രൂപ അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ 2 ഗഡു അദ്ദേഹത്തിന് നഷ്ടമായി. ഈ DR നഷ്ടം കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലെ 2 DR നഷ്ടം വ്യാപകമായ നഷ്ടമാണ്. ഒരാളിനുള്ളതല്ല, എനിക്കയച്ച ഒരു നമ്പറിനുള്ള ഒരാളിനുള്ളൊരു പെൻഷനർക്കുള്ളതല്ല, വളരെ വ്യാപകമായിട്ടുള്ള ഒരു കഥയാണ്. രണ്ടാമത്തെ ഒരു കഥ, ഞാനിപ്പോൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തല്ലോ, നമ്മൾ DA ഇപ്രാവശ്യം പ്രഖ്യാപിച്ചൊരു DA ചെയ്ത ഒരു വീഡിയോ ചെയ്തല്ലോ രാവിലെ. അതിൻ്റെ കമൻറ്റ് ബോക്സിലും നിരവധി പെൻഷൻകാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലെ 2 DA എവിടെ, DR എവിടെ? DA അല്ല, DR പെൻഷൻകാരുടെ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനും അവരിവരെ കൂടെ ഉള്ളതല്ലേ, നിങ്ങൾ ഇതിനകത്ത് പണിയെടുക്കണമെന്നേ. നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, നിങ്ങൾ CPM-ൻ്റെ ആളുകളാണ്, അതൊക്കെ അറിയാം, അതൊന്നും കുഴപ്പമില്ല. CPM-ന് വോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ ആരെ കൂടെ നിൽക്കണം? സർവീസ് സംഘടന ഉദ്യോഗസ്ഥരെ കൂടെ നിൽക്കണം. ഉദ്യോഗസ്ഥരെ കൂടെ നിൽക്കുന്നതിന് പകരം നിങ്ങൾ ഉദ്യോഗസ്ഥരെ എന്ത് തെറ്റ് ചെയ്താലും ഗവൺമെൻറ് ആനുകൂല്യം തന്നില്ലെങ്കിലും ഗവൺമെൻറ്റിൻ്റെ അടിമകളാക്കി നിർത്തരുത്. അതുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ നേതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ സീനിയർ സിറ്റിസന്മാരാണ്, നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടായിക്കോട്ടെ, നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് AK സെൻറ്ററിൽ നിന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ തന്ന ലിസ്റ്റ് അനുസരിച്ച് ആയിക്കോട്ടെ, അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കും അറിയാം, ഇത് ഘടനയും കാര്യങ്ങളൊക്കെ. അതെല്ലാം സമ്മേളനത്തിലാണ് നിങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ സമ്മേളനത്തിലാണ്, അതൊന്നുമല്ല. പാർട്ടിയിൽ നിന്ന് ആളുകളുണ്ടായി, ഫ്രാക്ഷനുണ്ട്, അതെല്ലാം അറിയാം നമുക്ക്, അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. നിങ്ങൾ ഈ വിഷയം മാറ്റി കൊടുക്കണം. 2 DR പെൻഷൻകാർക്ക് കിട്ടാനുണ്ട്, അത് 2ഉം മേടിച്ചു കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലുള്ളതാണ്. ഒരു ശമ്പള പരിഷ്കരണം കൂടെ വരാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ അനാമലിയായിട്ട് അത് നിങ്ങൾക്ക് റൈസ് ചെയ്യാൻ പറ്റും. സർവീസ് സംഘടനകൾ കയറി നിങ്ങളുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ നിങ്ങൾ ഈ അനാമലി റൈസ് ചെയ്യണം. റൈസ് ചെയ്തിട്ട് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലെ 2 DR ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഒന്നാമത്തെ വിഷയം, ഓരോ DA പ്രഖ്യാപിക്കുമ്പോൾ 1 മാസം കഴിഞ്ഞേ ഞങ്ങൾക്ക് DR കിട്ടുന്നുള്ളൂ, അതും പരിഹരിക്കണം. അപ്പോൾ 2 വിഷയം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഞങ്ങളെപ്പോലുള്ള സുഭാഷിതം ചാനലിനെ പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ കൊണ്ടുപോകാൻ പറ്റും, ഒപ്പീനിയൻ മേക്കേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റും, പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റും, ബ്യൂറോക്രസിയിൽ എത്തിക്കാൻ പറ്റും, സെക്രട്ടേറിയറ്റിലുള്ള ആളുകളിൽ എത്തിക്കാൻ പറ്റും, പെൻഷൻ പറ്റിയവരെ കൊണ്ട് ഇപ്പോൾ സർവീസിലുള്ളവരുടെ അടുത്ത് ഈ വീഡിയോ ഒക്കെ എത്തിക്കാൻ പറ്റും. സാമൂഹ്യ അജണ്ടകളാക്കി മാറ്റുക മാത്രമേ ഞങ്ങൾക്ക് കരണീയമായിട്ടുള്ളൂ. പിന്നെ ഏറ്റെടുക്കേണ്ടതും ഇത് ചെയ്യേണ്ടതും സർവീസ് സംഘടനകളും യൂണിയനുകളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നു. DR കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡേറ്റൊക്കെ ഞാൻ വായിച്ചു, 2 DR ഇപ്പോൾ കൊടുക്കാനുണ്ട്. ആ DR തുക എനിക്ക് മെസ്സേജ് ഇട്ട അദ്ദേഹത്തിന് 43,000 ആണെങ്കിൽ പലർക്കും 27,000 30,000 ഒക്കെ ഒരു മാസം DA അനുസരിച്ച് കിട്ടണമല്ലോ, ആയിരിക്കുമല്ലോ, അതങ്ങ് കൊടുക്കണം. ബാലഗോപാൽ സാറേ, ഒരു കാരണവശാലും അത് പിടിച്ചു വയ്ക്കരുത്. നിങ്ങൾ എന്തായാലും എല്ലാം കൊടുക്കുന്നു, ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും എല്ലാം കൊടുക്കുന്നു, പക്ഷേ ഇതും കൂടി അങ്ങ് കൊടുത്തേക്കുക.
ഭരണം കിട്ടണോ വേണ്ടതെന്നൊക്കെ ഉള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജനാധിപത്യത്തിൽ താങ്കൾ എന്തായാലും ഒരു കാര്യത്തിൽ താങ്കൾ ഉദ്യോഗസ്ഥരെ പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാം താങ്കൾ അവസാന നിമിഷം കൊണ്ടുവച്ച് ഉച്ചയ്ക്ക് ചോറ് ചോദിച്ചപ്പോൾ രാവിലെ കാപ്പി ചോദിച്ചപ്പോൾ കൊടുക്കത്തില്ല, ബെഡ് കോഫി ചോദിച്ചപ്പോൾ കൊടുത്തില്ല, ഉച്ചയ്ക്ക് ഊണും കൊടുത്തില്ല, പാതിരാത്രി സന്ധ്യയ്ക്ക് ഫുഡ് ചോദിച്ചിട്ടും വിശന്ന് കൊടുത്തില്ല, പാതിരാത്രി വെളുപ്പാങ്കാലം ആയപ്പോൾ നിങ്ങൾ ചിക്കൻ ബിരിയാണി കൊണ്ട് കൊടുത്തുകൊണ്ട് കാര്യമില്ല, കണ്ടുകൊണ്ടിരിക്കാമെന്നുള്ളതല്ലാതെ കഴിക്കാൻ പറ്റില്ല മനുഷ്യർ എന്ന് പറഞ്ഞ പോലെ എന്നോ കിട്ടുകൊണ്ടിരുന്ന പണങ്ങൾ എല്ലാം കൂടി നിങ്ങൾ ഒന്നിച്ച് കൊടുക്കുമെന്ന് പറയുന്നൊരു ന്യായമുണ്ടല്ലോ, അത് അന്യായമാണ്. ഇപ്പോൾ എന്നോട് ഒരു കാര്യം കൂടി ഒരാൾ കൂടി ഇപ്പോൾ വിളിച്ച് ചോദിച്ച് പറയാം. 87 വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസൺ, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ചൂടാവരുത്, ഞാൻ സാറിനോട് ഒരു കാര്യം ചെയ്യും. കാരണം അദ്ദേഹം വിചാരിച്ചിരി എന്തെങ്കിലും എൻ്റെ സഹായത്തിനായെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ചൂടാവുകയല്ലോ ചെയ്താലോ, കാരണം ഇങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ചേട്ടാ കാര്യം പറഞ്ഞോളൂ, എനിക്ക് 87 വയസ്സുണ്ട്, ഞാൻ കിടപ്പ് രോഗിയാണ്, പെൻഷനറാണ്, എനിക്ക് ഈ 2 DR കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, 8 ഗഡുക്കളായിട്ട് സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നത് 8 മാസമായിട്ട് കൊടുക്കുമോ ഇനി 8 വർഷമായിട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. 87 വയസ്സായ അദ്ദേഹത്തിന് ഇനി 8 വർഷം കൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം 96 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ, അല്ല 87 95 വയസ്സ് വരെ ജീവിച്ചിരുന്നാലേ അദ്ദേഹത്തിന് ഈ DA വാങ്ങാൻ പറ്റും. ആ കുടിശ്ശിക, അദ്ദേഹം ജോലി ചെയ്ത DAയുടെ കുടിശ്ശിക വാങ്ങണമെങ്കിൽ 8 വർഷം കൊണ്ടാണ് കൊടുക്കണമെങ്കിൽ അത് ചതിയാണ്, വഞ്ചനയാണ്, ഇനി ഒരു ഗവൺമെൻറ് കഴിയേണ്ടി വരും. അതൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ 8 മാസം കൊണ്ട് തന്നെ കൊടുത്താൽ അത്രയും നല്ലത്. പിന്നെ വളരെ സീനിയറായിട്ടിരിക്കുന്ന 80 വയസ്സ് കഴിഞ്ഞ് സീനിയർ സിറ്റിസൺസിനൊക്കെ കുറച്ചുകൂടെ നേരത്തെ കൊടുക്കുക, അങ്ങനെയും ചിന്തിക്കുക. നിങ്ങൾ കുറച്ചുകൂടെ സീനിയറായിട്ടിരിക്കുന്ന രോഗത്തിൽ കിടപ്പ് രോഗികൾ, സീനിയറായിട്ടുള്ള അവർക്കൊരു പ്രയോറിറ്റി കൊടുത്ത് അവരെ പൈസ ആദ്യം കൊടുക്കുക. നല്ല ഹെൽത്ത്, ഇപ്പോൾ മരിച്ചു പോകണത് ആരും മരിച്ചു പോകും, സീനിയറായിട്ടുള്ള ആരും മരിച്ചു പോകും. എന്നാലും സർക്കാരിനെ സംബന്ധിച്ച് ഒരു ക്രൈറ്റീരിയ ഒക്കെ എടുത്ത് വെച്ചിട്ട് വളരെ സീനിയറായിട്ടുള്ള രോഗാതിഥിയിൽ കിടക്കുന്ന കിടപ്പ് രോഗികളായിട്ടുള്ളവർക്കൊക്കെ ഈ പണം അങ്ങ് കൊടുക്കുക. എപ്പോഴും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കുക, പിന്നെ എംപ്ലോയീസ് ഫ്രണ്ട്ലി ആക്കുക സിവിൽ സർവീസിന്, എന്നിട്ട് വേണം നമ്മൾ കടുപ്പിക്കാൻ. അപ്പോൾ ഇത് സേവനവും കൊടുക്കണം, പൈസയും കിട്ടുന്നില്ല, എന്നോ DA കിട്ടും, എന്നോ DR കിട്ടും, പലതും കിട്ടുമോയെന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു ബിലീഫ് ഉണ്ട്, കോൺട്രാക്റ്റ് ഉണ്ട്. അതൊരു ജെൻറ്റിൽമാൻഷിപ്പാണ്. പണ്ടൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ എന്തൊരു അന്തസ്സായിരുന്നു. ഇന്നിപ്പോൾ പ്രൈവറ്റ് കമ്പനിയിലോ ടെക്നോ പാർക്കിലൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്കാണ് അന്തസ്. ആ അന്തസ്സില്ലായ്മ ആക്കിയെടുത്തതിൽ നമ്പർ 1 ബാലഗോപാലാണ്. മിസ്റ്റർ ബാലഗോപാൽ, താങ്കളത് ചെയ്തത് ശരിയായില്ല. താങ്കൾക്ക് സർക്കാർ ജോലി ഇല്ലായിരിക്കാം, താങ്കൾ പൊളിറ്റിക്കൽ ലീഡറായിരിക്കാം, പക്ഷേ താങ്കളുടെ ഫാമിലിയിലെങ്കിലും, അല്ലെങ്കിൽ താങ്കളുടെ കൂടെ ഉള്ളവരെങ്കിലും, സുഹൃത്തുക്കളെങ്കിലും, ഭാര്യയും ഒക്കെ സർക്കാർ ജോലിക്കാരുണ്ട്. അവരുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രസ്താവനകളും ചെയ്തികളുമാണ് പലപ്പോഴും താങ്കൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫെയർ. ഇത് ഗുഡല്ല, ഇത് ഫെയർ അല്ല. നിങ്ങളുടെ ആനുകൂല്യം കൊടുക്കൽ ഒരു ഔദാര്യമല്ല, ഒരു യാചന കൊടുക്കലല്ല, ശിക്ഷ കൊടുക്കലല്ല, അത് അവകാശമാണ് ഉദ്യോഗസ്ഥരുടെ. അവർക്ക് അന്തസ്സോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 21 അനുസരിച്ച്, താങ്കൾ അഡ്വക്കറ്റിലൂടെ ആണോ എന്നെനിക്കറിയില്ല, നിയമം പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ആണെങ്കിൽ ആർട്ടിക്കിൾ 20 അല്ലെങ്കിൽ ഭരണഘടനയുടെ പുസ്തകം എടുത്ത് വായിക്കാൻ കിട്ടും മലയാളത്തിൽ. ഗൂഗിൾ അടിച്ച് നോക്കിയാലോ ChatGPT അടിച്ച് നോക്കിയാലോ ഒക്കെ കിട്ടുന്നതേ ഉള്ളൂ. അന്തസ്സായി ജീവിക്കാനുള്ള ഒരവകാശം മനുഷ്യർക്കൂടെ ഉണ്ട്. അത് താങ്കൾ പലപ്പോഴും ലംഘിക്കുന്നു. എന്നാൽ മറ്റെല്ലാ കാര്യത്തിനും പണം ഉണ്ട് താനും. ദാരിദ്ര്യമാണെങ്കിൽ ശരി, മനസ്സിലാവും, പട്ടിണി കിടക്കുകയാണ് ഗവൺമെൻറ് ഖജനാവുമെങ്കിൽ അല്ല. മറ്റെല്ലാ കാര്യത്തിനും 10 വർഷം മുമ്പ് ചെയ്ത ഗവൺമെൻറ്റിൻ്റെ ദുഷ്ചെയ്തികൾ എന്ന് പറഞ്ഞ് പരസ്യം എടുത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് പരസ്യം എടുത്ത് കൊടുക്കാൻ പൈസയുണ്ട്. ഇന്നലെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥന് കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഫെയർ, ഇറ്റ് ഈസ് നോട്ട് എ ജെൻറ്റിൽമാൻഷിപ്പ്.